സഹോദര വൈദികരെ, ബ്രദേഴ്സ്, ഞാൻ മിഷൻ ഡേ പ്രമാണിച്ച് ഒരു സന്ദേശം നിങ്ങളോട് പറയുകയാണ്. ഞാൻ 1943 മെയ് 2 കോട്ടയം ജില്ലയിലെ കൈപ്പുഴകരയിൽ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായിട്ട് ജനിച്ചു. ഞാൻ മൂന്നാമത്തെ സന്താനമായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന കാലം വരെ വളർന്നത് എൻ്റെ അമ്മ വീട്ടിലാണ്. അവിടെ എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് പേരൻസും എന്നെ ദൈവവിളി ചെറുപ്പത്തിലെ അതേപ്പറ്റി കേൾക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഇടവരുത്തി. അമ്മ എന്നെ ആദ്യമായിട്ട് പള്ളിയിൽ കൊണ്ടുപോയ ദിവസം ഒരു പുത്തൻ കുർബാനയായിരുന്നു. അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ട് കൃഷിക്കാരനോട് ഇവനെ നമുക്കൊരു അച്ഛനാക്കണമല്ലേ ബാബുജി എന്ന് പറയുന്നത് ഒക്കെ ഞാൻ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ്. അത് ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവവിളിയുടെ വിത്തുപാകി എന്നുള്ള സത്യം. പിന്നെ ഞാൻ വളർന്നതും പഠിച്ചതും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ ചാച്ചനോടൊപ്പം എപ്പോഴും പങ്കെടുത്തതും അവിടെ CMA അച്ഛന്മാരുടെ പരിശീലനവും സ്കൂളിലെ പഠിത്തം കാരികിസം പഠിത്തം എല്ലാം വളരെയേറെ എൻ്റെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായിട്ടുണ്ട്. അതുപോലെ മിഷനിൽ അജ്മീർ മിഷനിലെ മിഷണറിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ഫിലിം കാണിച്ചതും വളരെയേറെ മിഷൻ പ്രവർത്തനത്തിൽ എനിക്ക് കൂടുതൽ പ്രേരണ തരുന്നതിന് ഇടയായി. 1960 HSLC പാസ്സായ ഞാൻ ഇച്ചാച്ചനോട് ഞാൻ ദൈവവിളിക്ക് അച്ഛനാകാൻ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വികാരിച്ചനുമായിട്ട് കൺസൾട്ട് ചെയ്തു. വികാരിച്ചൻ അത് ഞാൻ മാന്നാനത്തെ CMA സഭയിൽ ചേരാൻ ആഗ്രഹിച്ചെങ്കിലും വികാരിച്ചൻ പറഞ്ഞു നമുക്കവനെ ചങ്ങനാശ്ശേരിക്ക് വിടാം, ഇടവക വൈദികന്. പക്ഷേ പിന്നീട് HSLC വിജയം അറിഞ്ഞപ്പോൾ ചാച്ചൻ ചെന്ന് വികാരിച്ചനോട് സംസാരിച്ചപ്പോൾ നമ്മുടെ സഭയിലെ ശ്രീ ഗിലിക്കൽ ഡീഗനായിരുന്നു ആ സമയത്ത്. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് ചാച്ചനുമായി സംസാരിച്ചപ്പോൾ ദൈവ പരിപാലനയാൽ വികാരിണി മിഷൻ സഭയിലേക്കുള്ള വിളി എനിക്ക് ലഭിച്ചു. അച്ഛനെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം കോട്ടയത്ത് എന്ന പേര് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം 1960 ജൂൺ 8 മെൻസെമിനാരിയിൽ ചേർന്നു. മെൻസെമിനാരിയിൽ കാടഞ്ചിറ ഒരു വർഷം, പിന്നീട് ഒരു വർഷം നൊവിഷ്യേറ്റ്, അത് കാടഞ്ചിറ നടന്നു. പിന്നീട് ലിസ്യു സെമിനാരിയിൽ ഒരു വർഷം രണ്ടാം മൈനർ സെമിനാരി കോഴ്സ് നടന്നു. അപ്പോൾ റക്ടർമാരായിരുന്ന ബഹുമാനപ്പെട്ട ഉന്നേരച്ചനെയും ദാനുവേലച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ പഠിപ്പിച്ച കാനാട്ടച്ചനെയും മൂന്നാനപ്പുള്ളച്ചനെയും അതുപോലെ തന്നെ നമ്മുടെ കടുമാകലച്ചനെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. തെക്കേ കുറ്റച്ചനും എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് മനസ്സിലായിരിക്കും. അതിനുശേഷം ആലുവയിൽ പഠിച്ചിരുന്ന കാലത്തും സ്പിരിച്വൽ ഫാദറായിരുന്നു. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. കാർമലേരിയിലും മംഗലപ്പുഴയിലുമായി പരിശീലനം പൂർത്തിയാക്കി 1969 ഡിസംബർ 18 ഞാൻ അഭിവന്യ കർദിനാൾ ജോസഫ് പാലക്കാട്ടിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. അതിനുശേഷം ക്ലാസ് തീർന്നിട്ടില്ലായിരുന്നുകൊണ്ട് അക്കാലത്ത് ഞാൻ ചേന്നമംഗലം എന്ന ഇടവകയിൽ അവിടുത്തെ അച്ഛന് സുഖമില്ലാതെ പോയതുകൊണ്ട് ഞാൻ ആക്ടിംഗ് വിക്കറായിട്ട് 5 മാസം അവിടെ ജോലി ചെയ്തു. തുടർന്ന് ഞാൻ മിഷനിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഉന്നേരച്ചൻ അന്ന് ജനറലായിരുന്നു. അച്ഛനെൻ്റെ ആരോഗ്യ പ്രശ്നത്താൽ എന്നെ തടഞ്ഞിട്ട് മനസ്സിനാരിയിൽ പഠിപ്പിക്കാൻ വിട്ടു. അവിടെ ഞാൻ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളുടെ സ്പിരിച്വൽ ഫാദറായിട്ട് ജോലി ചെയ്തു. അതേ തുടർന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ 1972 ഗാരോഗൽസിൽ മിഷന് പോകാനുള്ള ചാൻസ് ഉണ്ടായി.
അന്നത്തെ ജനറലായിരുന്ന ബഹുമാനപ്പെട്ട മൂന്നാനപ്പുഴച്ചൻ എന്നെ അതിന് നിയോഗിച്ചു. അങ്ങനെ 1972 ഏപ്രിൽ മാസം ആരംഭം മുതൽ ഞാൻ റേസ്വൽപ്പാറ മിഷനിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. തുടർന്ന് പുതിയ മിഷൻ തിക്കരിക്കില ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പീറ്റോലച്ചൻ്റെ കൂടെ ഞാനും ആയി പുതിയ മിഷൻ തുടങ്ങി 1973. അതേ തുടർന്ന് ഞാൻ അവിടെ ഗാരോൽസിൽ തിക്കരിക്കില മിഷന്റെ കീഴിൽ അന്ന് 40ഓളം കത്തോലിക്ക ഗ്രാമങ്ങളാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഞാൻ ഗ്രാമസന്ദർശനം എല്ലായിടത്തും പോകാൻ എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിട പറയുന്നത് 1982 അപ്പോൾ തിക്കരിക്കില മിഷന്റെ കീഴിൽ അന്ന് 55ഓളം കത്തോലിക്ക ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഏകദേശം 3000 പേരോളം പേരെ ഞാൻ സ്നാനപ്പെടുത്താൻ ഇടവന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് 1982 ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഷിമോഗ മിഷനിലേക്ക് പോകാൻ ആഗ്രഹം പറഞ്ഞെങ്കിലും മുളപ്പറമ്പലച്ചൻ എന്നെ മാനസ്നാലിലേക്ക് അസിസ്റ്റന്റ് വൈസ് ഡയറക്ടറായിട്ടും അവിടെ പഠിപ്പിക്കാനും നിയോഗിച്ചു. അവിടെ 1 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും മുളപ്പറമ്പലച്ചൻ തന്നെ എന്നെ ഷിമോഗ മിഷനിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഒരു 5.5 വർഷം